അമ്പോ ഇന്ന് തിരുവോണായില്ലേ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇപ്രാവശ്യത്തെ ഓണം ആഘോഷിച്ചാലോ. ദേ ഇതാണ് എന്റെ ഓണക്കോടി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കണ്ടിട്ടാ. നമുക്ക് പുതിയ ഓണക്കോടി ഇട്ട് പൂ പറിക്കാൻ പോയാലോ. അങ്ങനെ ഓണക്കോടി കിട്ടി രാവിലെ തന്നെ ഞാൻ പൂ പറിക്കാൻ ഇറങ്ങി. എന്നിട്ട് കിട്ടിയ പൂക്കളൊക്കെ വെച്ച് ഒരു കുഞ്ഞു പൂക്കളിട്ടു. ഇനി നമുക്ക് ഒരു കുഞ്ഞു ഓണസദ്യ ഉണ്ടാക്കാം. ഈ ഓണത്തിന് വലിയൊരു സദ്യ തന്നെ ഉണ്ടാക്കാന്ന് ഞാൻ വിചാരിച്ചേ. പക്ഷെ നമ്മുടെ നാട്ടിലെ പച്ചക്കറിയുടെ പകുതി മുക്കാലും നമുക്ക് ലിത്വാനിയയിൽ കിട്ടില്ല. അങ്ങനെ കിട്ടിയ എല്ലാ പച്ചക്കറിയൊക്കെ കൂടി സെറ്റ് ചെയ്ത് ഞാൻ ആദ്യം ഒരു സാമ്പാർ ഉണ്ടാക്കി. അത് കഴിഞ്ഞ് വാങ്ങി വെച്ച നമ്മുടെ കായ വെച്ചിട്ട് ചെറിയൊരു പേര് ഉണ്ടാക്കി. ഒരു കുഞ്ഞേ സിമ്പിൾ കായ്പേരി. കൂട്ടത്തില് 2 പപ്പടം വറുത്തു. രസം ഉണ്ടാക്കലായിരുന്നു അടുത്ത പരിപാടി. അങ്ങനെ തട്ടിക്കൂട്ടി ഒരു രസം ഉണ്ടാക്കി. പിന്നെ വാങ്ങി വെച്ച പായസം മിക്സ് വെച്ച് ഒരു നല്ല പായസം ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കിയ വിഭവങ്ങൾ ഓരോന്നായിട്ട് നമ്മുടെ പൂക്കളത്തിന്റെ ചുറ്റും വെച്ചു. വാഴല മാത്രം കിട്ടാത്തതിൽ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടായിരുന്നു കേട്ടാ. കുഴപ്പമില്ല, അതൊരു വലിയ കിണ്ണം വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഉള്ളത് കൊണ്ട് ഓണം പോലെ. അങ്ങനെ നമ്മുടെ സാമ്പാറും പപ്പടവും അച്ചാറും രസം കൂടിയൊക്കെ മിക്സ് ചെയ്തൊരു പിടി പിടിച്ചു. രാവിലെ തൊട്ട് ഒന്നും കഴിക്കാത്തോണ്ട് ഒറ്റയിരിപ്പിന് ഫുള്ള് തീർത്തു. പിന്നെ ഒരു ഗ്ലാസ് പായസം കൂടി കുടിച്ചപ്പോ ആഹാ, ഓണം അടിപൊളി. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എന്റെ ഓണാശംസകൾ. അപ്പൊ ശരി ട്ടാ.